കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഹാ എന്ത് രുചി! ഇന്നിങ്ങനെ രുചി അന്വേഷിച്ചിറങ്ങിയപ്പോഴത്തേക്കും കോഴിക്കോട് പാഴൂര് മനോഹരമായ ഒരു പാടം ഇങ്ങനെ കണ്ടു. വെളുപ്പാങ്കാലത്ത് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പോയി പാടത്തേക്ക് ഇറങ്ങി ക്യാമറമാനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ഇങ്ങനെ രുചി തേടി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടതാണ് നമ്മുടെ തപാൽ പെട്ടി. ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ ഒരു നൊസ്റ്റാൾജി ആയിട്ട് മാറി. പണ്ട് എൻ്റെ അമ്മ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഗൾഫിലാണ്. അപ്പം എല്ലാ വീക്കിലും ഞങ്ങൾ തപാൽ ഓഫീസിൽ പോയിട്ട് നോക്കും ലെറ്റേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ പോലെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊന്നും ആ സമയത്തില്ല. ചെറുതായിരുന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. തപാലുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേഷനിലുള്ള എല്ലാവർക്കും തന്നെ ഒരു ബന്ധപ്പെടുത്തിയ ഒരു നല്ലൊരു ഉള്ളിലുള്ളൊരു ഓർമ്മയുണ്ടാവും. ഭയങ്കരമായിട്ട് ഇമോഷൻസ് കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് എഴുത്തുകൾ എന്ന് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ജനറേഷൻ്റെ ഒരു നഷ്ടം തന്നെ എന്ന് പറയുന്നത് എഴുത്തുകളായിരിക്കും. പാഴൂരാണ്, നാരങ്ങാളി റെസ്റ്റോറൻറ്റ്. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. ഒരു 6-6:30 മണിക്ക് എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 1-1.5 മണിക്കൂർ ഞങ്ങൾ ലേറ്റായി. ഈ സമയത്തിനുള്ളിൽ ഇവിടെ ഭയങ്കരമായ റഷായി കഴിഞ്ഞു. രാവിലെ തന്നെ ഇവിടുത്തെ വിഭവങ്ങളെല്ലാം റെഡിയാവും. നല്ല അടിപൊളി ചൂട് പൊറോട്ട, ബീഫ്. ഞാൻ പറയുന്നില്ല, നമുക്ക് അകത്ത് ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളാണ്. കമാ. ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണല്ലോ അവിടെയൊക്കെ. ആട, ചെമ്മീൻ റോസ്റ്റ്, ബീഫ്. ഞാൻ പുറത്ത് ബീഫ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇല്ലാത്തൊന്നുമില്ല. ചിക്കൻ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ചിക്കൻ കൊണ്ടാട്ടം. ഓക്കെ, ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. ഒരു ചെറിയൊരു സൂത്രമുണ്ട്. നല്ല ബിസിയാണെന്നറിയാം. ഇതൊന്ന് വെച്ചേക്ക്, അറ്റാച്ച് ചെയ്തേക്ക്. നമ്മളോട് കുറച്ച് വിശേഷങ്ങൾ പറ. എന്തൊക്കെയാണ് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി? ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയാണ് സ്പെഷ്യൽ. നല്ല അടിപൊളി നല്ല സൂപ്പർ പൊറോട്ടയാണ്. നൈസ്പത്തിരി, വെള്ളപ്പം, ദോശ, പിട്ട്. പിന്നെതാ ഇത് ലെഗ് പീസ് മസാല. ലെഗ് മാത്രം. അത് ലെഗ് മാത്രം ഉണ്ടാവും. പിന്നെ ഇതാവുമ്പോ ചിക്കൻ കോക്കനട്ട് എന്ന് പറയും. ചിക്കൻ കോക്കനട്ട് അടിപൊളി. ഒരു പീസ് കഴിച്ചു നോക്കണോ? പിന്നെ തീർച്ചയായിട്ടും ഒരു പീസ് തന്നെ. ഓക്കെ. പറ്റിയ സ്ഥലത്തേക്ക് വെള്ളം ഇട്ടോണ്ട് വന്നേക്കുന്നത്. എന്റെ ദൈവം, എന്നെ കൊണ്ട് ഞാൻ തോന്നി. കളക്കി. അടുത്തത് ബീഫ് റോസ്റ്റ്. ഒരു മസാല ടൈപ്പ് മസാലയാണ്. ഇത് ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ ചെറിയ ഗ്രേവി, മുളക്. ചെമ്മീൻ റോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. ഇതൊരു കൂന്തലല്ലേ? ഇത് കൂന്തള്. ഇത് കൂന്തള്. ഇത്രയും വിഭവങ്ങളൂടെ രാവിലെ റെഡിയാവും. ഞങ്ങൾ രാത്രി തുടങ്ങും പണി. രാത്രി പണി തുടങ്ങിയിട്ട് 4 മണിക്ക് പിന്നൊക്കെ സെറ്റ് ആക്കും. ഓക്കെ, എത്ര മണിക്കാണ് ഇവിടെ അടയ്ക്കുന്നത്? 2 മണിയാകുമ്പോൾ എടുക്കും. 12 മണി ആകുമ്പോഴത്തേന് ഏതാണ്ട് സാധനങ്ങളൊക്കെ. പിന്നെ 2 മണി ഉച്ചക്ക് 12 മണി. 2 മണിക്ക് ക്ലോസ് ആക്കും.
ആണോ? എന്നിട്ട് രാത്രി വീണ്ടും പണി തുടങ്ങും? രാത്രി വീണ്ടും. പിന്നെ മാർക്കറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നേരിട്ട് പോയി എടുത്തു വരണേ. ബീഫ് ലിവറാണിത്. അതിപ്പോ ലൈവ് കിട്ടുള്ളൂ ആവുന്നത്. ഇത് ചിക്കൻ മപ്പാസ് എന്ന് പറയും. ചിക്കൻ മപ്പാസും ബീഫ് ലിവറും അത് രണ്ടും ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും. അടിപൊളി കറി. എന്നിട്ട് കുരുമുളക് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും. പിന്നെ സൺഡേ ആകുമ്പോൾ 1-2 സ്പെഷ്യൽ ഉണ്ടാവും. താറാവ് ഉണ്ടാവും. ഇനി ഇതിന്റെ കൂടെ 2 സ്പെഷ്യലും കൂടെ 1-2 ഐറ്റം കൂട്ടും. സൺഡേ കുറച്ച് ആള് കൂടുതലുണ്ടാവും. ഓക്കെ, സൺഡേ ഇതിന്റെ ആള് കൂടി എവിടെ ഇരുത്തും? പെരപ്പുറത്തൊക്കെ ഇരുത്തോ? അവിടെ ക്യൂ ആണ് ആൾക്കാർ കയറാനായിട്ട്. ഞാനിങ്ങനെ ഇടിച്ചു പൊളിച്ച് കയറി വന്നാണ് കയറി വന്നത് ഇതിന്റെ അകത്തേക്ക്, ഇവിടെ വരെ എത്തിയത്. ചെറിയ സൗകര്യത്തിൽ നിറഞ്ഞ മനസ്സിൽ വിളമ്പിക്കൊണ്ടിരിക്കുക. പാത്രം നിറച്ച് വിളമ്പുകയാണ്. എന്തായാലും സന്തോഷമായി. രാവിലെ ഉണ്ടല്ലോ ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇതിൽ ഏതാണ്ട് കാലിയായി. കാടയെ നല്ല കുറച്ചാണ് കിട്ടിയത്. ആ വലിയ കാട എടുക്കില്ല, അപ്പൊ ചെറുതെടുക്കല്ല. ഓക്കെ, നമ്മുടെ അവിടെ നിന്ന് രാവിലെ ഇത്രയും കാട വലിയടത്തായിരിക്കും കാട സ്പെഷ്യൽ ഒരു റോസ്റ്റ് കിട്ടുന്ന സ്ഥലം. അത് ഫ്രൈ ആണ്. ഇവിടെ പല കൂടുതലും ഫ്രൈ ആക്കിയിട്ടാണ് കറികൾ. കൂടുതൽ വിഭവങ്ങളൊക്കെ ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തിട്ടാണ് കാട പ്രിപ്പയർ ചെയ്തത്. അതോ മറ്റേ കറിയോ മറ്റൊരു കാട അതും ഫ്രൈ ചെയ്തിട്ടാണ്? ഫ്രൈ ആയിട്ട്. സൺഡേ ആണ് താറാവ് ഏറ്റവും കൂടുതൽ. ഒരു 20-25 കിലോ താറാവ് എങ്ങനെയാണ് വെക്കുക? താറാവ് മപ്പാസാക്കി കുറച്ച് ടേസ്റ്റുള്ള. പിന്നെ കോക്കനട്ട് അത്യാവശ്യം പോണ സാധനമാണ്. പിടിക്കോയി മൂവിങ് ഉണ്ട്. പിടിക്കോയി ഒക്കെ നോർമൽ മസാലയാണ്. ഓക്കെ, നമുക്ക് ഈ ചിക്കൻ കോക്കനട്ടിന്റെ ഒരു റെസിപ്പി ഒന്ന് ചേട്ടൻ ഒന്ന് പറയൂ. എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്? ചിക്കൻ ആദ്യം മസാല ഒക്കെ പുരട്ടി. എന്തൊക്കെ മസാല? പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് മെയിൻ ആയിട്ട് അതന്നെ. ഉപ്പും ജിഞ്ചർ ഗാർലിക്കും കാശ്മീരി മുളക് പൊടി ഈ സാധനങ്ങളെല്ലാം കൂടി തേച്ച് പുരട്ടി വെക്കും. ഓക്കെ, എന്നിട്ട് ഫ്രൈ ചെയ്യും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. ഭയങ്കര ഡീപ് ഫ്രൈ അല്ല, കാരണം കുക്ക് ചെയ്ത പോലെയാണ് തോന്നുന്നത്. അപ്പം ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കും. പിന്നെ നമ്മള് കോക്കനട്ട് എടുത്തിട്ട് വറുത്തെടുക്കും. തേങ്ങ വറുത്തെടുത്തിട്ട് എന്തൊക്കെ ഇട്ട് വറുക്കും? തേങ്ങ, ലേശം കരിവേപ്പ്, പിന്നെ വലിയ ജീരകം, കറിവേപ്പില, പിന്നെ അതന്നെ കാര്യമായിട്ട്. പിന്നെ തേങ്ങ വറക്കന്നെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് മറ്റേ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് മൊത്തത്തിൽ വരട്ടി വേവിച്ചിട്ട് പിന്നെ അതിനുശേഷം കുറച്ച് സോസ്, മറ്റേ ടൊമാറ്റോ സോസും കൂടി ഇട്ടു. ടൊമാറ്റോ സോസിന്റെ ഫ്ലേവർ ആണ് കുറച്ച് അതെ വായിൽ വയ്ക്കുമ്പോൾ ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കോക്കനട്ടിന്റെ ഫ്ലേവർ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് ഈ ചിക്കൻ കറിക്കുള്ളത്. ഞങ്ങളൊരു ഫാമിലിയാണ്. എല്ലാവരും വൈഫാണ്, അനിയനാണ്, മക്കളുണ്ട് 2 ജ്യേഷ്ഠന്റെ മകള്. ഒരു ഫാമിലി. ചെറിയ ഞങ്ങള് 3 ഇതാ ചേച്ചിയുണ്ട് സഹായത്തിനായിട്ട്. ചേച്ചിയുണ്ട്. എല്ലാരും കൂടെ ഒത്തൊരുമയോടുകൂടി എങ്ങനെ പോകും. ഓക്കെ, നമ്മുടെ നാരങ്ങാളി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇരവഴഞ്ഞി പുഴ ഉണ്ട്. അപ്പോൾ അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടല്ലോ. രാവിലെ ഭയങ്കര റഷ്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആൾക്കാർ ഇനിയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് സമാധാനമായിട്ട് ഫുഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തന്ന ഈ വിഭവങ്ങളുമായിട്ട് ഈ പുഴയുടെ തീരത്തേക്ക് ഇവിടെ നല്ലൊരു ശാന്തമായൊരു സ്പോട്ടുണ്ട്. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കാടയുണ്ട്, ഇത് കാട റോസ്റ്റ്, പിന്നെ കൂന്തൽ. എനിക്ക് കൂന്തലാണ് കണ്ടപ്പോൾ മുതലേ. പൊതുവേ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൈൽഡാണ്, എന്നാൽ സ്പൈസിയാണ്. നല്ല ഫ്രഷ് കൂന്തലിട്ടാണ് കറി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് മീറ്റ്. പിന്നെ അതേ ചെമ്മീൻ ഇത് എടുത്ത് കാണിച്ചു തരാം. ചെമ്മീൻ നല്ലൊരു ചെമ്മീനെടുത്ത് ഇത്തിരി ചാറിൽ മുക്കി. ഓ, ചെമ്മീനൊക്കെ അങ്ങ് വായിൽ മെൽട്ടാവാണ് കേട്ടോ. ഇത് ചിക്കൻ മപ്പാസാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് രാവിലെ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ നല്ല നൈസ് പത്തിരിയുടെ കൂടെ കേമായിരിക്കും. ഓ,
ഇവനാണ് ഇന്നത്തെ ഹൈലൈറ്റ്. കൂട്ടത്തിൽ ഇങ്ങനെ നിവർന്ന് ഫുൾ കോഴി ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന കാണുമ്പോണ്ടല്ലോ ഒരു സന്തോഷമാണല്ലേ. നല്ലൊരു കാടക്കോഴി, ഇച്ചിരി ഗ്രേവി. ഓ, നല്ല ചെറിയുള്ളിയൊക്കെ ഇട്ടാട്ടോ കുക്ക് ചെയ്യണേ. ഓ, കാടയുടെ മീറ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മീറ്റ് കുറെ കൂടെ ടെൻഡറാണ്, അടിപൊളി. കാടയാട്ടോ ഹൈലൈറ്റ്. കോഴിക്കോടുകാരെല്ലാവരും, പാഴൂരിന് അടുത്തുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒരു ദിവസം വന്ന് നാരങ്ങാലിൽ വന്ന് ഫുഡ് കഴിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് വരരുത്, സ്ഥലം ഉണ്ടാവില്ല ഇരിക്കാൻ. രാവിലെ അങ്ങ് പോരാ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു. കുറച്ച് നേരം ഇവിടെ വന്ന് വീണ്ടും ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കടവ് കണ്ടിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കാണോ? ഞാനിപ്പോൾ ഉള്ളത് കൊടിയത്തൂർ തെയ്യത്തും കടവിലാണ്. നമ്മുടെ കാഞ്ചനമാലയ്ക്ക് മൊയ്തീനെ നഷ്ടമായ കടവാണിത്. ഏതാണ്ട് അവിടെ വെച്ചായിരുന്നു ആ ആക്സിഡൻറ്റ് നടന്നത്. മലയാളികളെ മുഴുവൻ കരയിച്ചൊരു പ്രണയകഥ. ഇനിയിപ്പോൾ കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും കഥ ഞാൻ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ആ കഥയ്ക്ക് ഒരു ഇടമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മുക്കത്താണുള്ളത്. മുക്കത്ത് വരുമ്പോൾ ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. മുക്കത്ത് കൊടിയത്തൂർ ജമാഅത്ത് പള്ളി, അവിടെയാണ് നമ്മുടെ മൊയ്തീൻ്റെ ഖബർസ്ഥാനുള്ളത്. എനിക്കത് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതെനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി.